നമ്മളെപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ജീവിക്കണം. ഖുറാനിലൊക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ 99 വേർഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഉച്ചരിക്കുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ നോമ്പ് കാലത്ത് അവർക്ക് പ്രൈസ് ദി ലോർഡ്, ദൈവമേ നന്ദി, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ യൂണിവേഴ്സ്, ആ ഒരു ശക്തിനെ നമ്മളെപ്പോഴും മഹത്വപ്പെടുത്തുക. നമ്മളെ കുറ്റം പറയുന്നതും മറ്റൊരാളെ കുറ്റം പറയുന്നതെല്ലാം നമ്മൾ സൃഷ്ടാവിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ് കേട്ടോ. നമുക്ക് ഈ നോമ്പ് കാലത്ത് ഒന്നിച്ച് നിന്ന് നല്ല രീതിയിൽ വളരാൻ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. നമ്മളിൽ നിന്ന് കേൾക്കാൻ, മറ്റൊരാൾ നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടോ? ഇപ്പം ഗിൽറ്റ്, ഫിയർ, കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെ പലതരത്തിലുള്ള, അതായത് നമ്മളിൽ ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങളില്ലേ, അത് മാറണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതേപോലെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ക്വാളിറ്റി ടൈമല്ലേ, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം. അതായത് ഇപ്പോൾ മിക്കവാറും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറയും, ക്വാളിറ്റി ടൈം നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ പറയണം, അവരുടെ കാര്യങ്ങൾ കേൾക്കണം. അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്ന ഫുഡ് കഴിക്കുന്ന സമയമാണ്. ഞാൻ പറയാറുണ്ട്, ആ സമയത്ത് നിങ്ങൾ ഫോൺ നോക്കാതെ അവരോട് സംസാരിക്കണം. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറയാണ്, ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അമ്മ പറയും, നീ ഒന്നും മിണ്ടില്ലടാ, ഇന്ന് അടുത്ത വീട്ടിലെ അവളുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് കിട്ടുന്ന, ഹസ്ബൻഡിന് കിട്ടുന്ന ഒരു സമയം ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും. അപ്പം എപ്പോഴും അടുത്ത വീട്ടിലെ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അമ്മ സംസാരിക്കാൻ വിടത്തില്ല പോലും. അങ്ങനെ ചെയ്യാതെ കുട്ടികളെ കേൾക്കാൻ വിടുക. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ക്വാളിറ്റി ടൈമിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ മക്കളെ കേൾക്കുക, ഹസ്ബൻഡിനെ കേൾക്കുക, നമ്മൾ മാറുക. നമ്മൾ മാറി തുടങ്ങിയാൽ ബാക്കിയെല്ലാം റെഡിയാവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെന്നൊന്നും അവരറിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ കേൾക്കുക, കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക, മറ്റുള്ളവരെ കേൾക്കുക, എന്നാ ഉണ്ട് വിശേഷം, മക്കളോട് ചോദിക്കുക, അവരെ കേൾക്കുക. ഓക്കെ.